പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഇരകളായവർ കൽപ്പറ്റ JR ഓഫീസിന് മുൻപിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഒത്തുതീർപ്പായില്ല. 4 പേരാണ് JR ഓഫീസിന് മുൻപിൽ സമരം തുടരുന്നത്. ഇന്നലെ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള അധികൃതരുടെ ശ്രമം വിഫലമായിരുന്നു. പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികളിൽ നിന്ന് സർചാർജ് ഈടാക്കി കർഷകന്റെ വായ്പയിൽ വരവ് വയ്ക്കുന്നതിനുള്ള ലിസ്റ്റിൽ ഡാനിയലിനെയും ഉൾപ്പെടുത്തുക, സഹകരണ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമുള്ള നടപടികൾ വേഗത്തിലാക്കുക, കുറ്റക്കാരായ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൽപ്പറ്റയിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ 4 പേർ സമരം നടത്തുന്നത്. ഡാനിയലിന്റെ ഭാര്യ സാറക്കുട്ടി, മരിച്ച രാജേന്ദ്രന്റെ ഭാര്യ ജലജ, അജയകുമാർ എന്നിവരാണ് സമരം നടത്തുന്നത്. ഈ ഓഫീസിൽ യാതൊരു കൃത്യമായ ഫംഗ്ഷൻ ഇല്ല. അങ്ങനെ എല്ലാം ഡിലേ ആക്കിയതും ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അട്ടിമറിക്കുന്നതും ഈ നീതി എല്ലാം കൊടുക്കേണ്ടത് ഈ സർചാർജ് ഉത്തരവ് നടപ്പാക്കാനുള്ള ഈ നടപ്പാക്കിയ സർചാർജ് ഉത്തരവില് ഇപ്പോൾ സ്റ്റേ 2.5 കൊല്ലം മന്ത്രിയുടെ അടുത്ത് സ്റ്റേയിൽ കിടന്നു. അപ്പീലില് ഈ 1 കൊല്ലം വെച്ചായി ഹൈക്കോടതി കിടക്കുന്നു. ഈ കോടതിയിലുള്ളതും ഈ മന്ത്രിയുടെ അടുത്തുള്ള ഇതെല്ലാം തള്ളി ഇതിനകത്ത് നീതി കൊടുക്കേണ്ട ഓഫീസ് ഇവരാണ്. ഇവർ വീണ്ടും ഈ ഇത് കുഴപ്പത്തിലേക്ക് ആക്കുവല്ലാണ്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. അവർ വളരെ താമസിപ്പിച്ച് ഈ ആളുകൾ ഇരകൾ മരിച്ചാലും നീതി കിട്ടില്ല, പ്രതികൾ മരിച്ചാലും അവരെ ശിക്ഷിക്കുകയില്ല. ആ തരത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്കാണ് JR ഓഫീസ് പ്രവർത്തിക്കുന്നത്. സമരം 3 ദിവസം പിന്നിട്ടിട്ടും ചർച്ചയോ ഒത്തുതീർപ്പ് ശ്രമങ്ങളോ നടന്നിട്ടില്ല. നാളെയും സത്യാഗ്രഹ സമരം തുടരും. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.